അപ്പോൾ ഈ ഞായറാഴ്ച നാട്ടിൽ തന്നെയുള്ളൊരു മറ്റൊരു ഞങ്ങൾ സ്ഥിരം വരാറുള്ളൊരു പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സ്ഥലം വന്നിട്ട് മരുതങ്കാട് എന്ന് പറയും. മരുതങ്കാട് മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വൈബാണല്ലോ, ഫുൾ കോട ഇറങ്ങിയിരിക്കുകയാണ്. മോളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്. പക്ഷേ ഈ മഞ്ഞല്ല, ഈ കോടയിൽ ഈ വ്യൂ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഫുൾ കോട കയറി കിടക്കുകയാണ്. നമുക്ക് എന്തായാലും മോളിൽ കയറി നോക്കാം. പക്ഷെ ഇത് താഴത്ത് നോക്കുമ്പോൾ നല്ല കോട ഇറങ്ങിയ പോലെ ഉണ്ട്. ഇവിടെ നിന്ന് കാണാനേ പറ്റുന്നുണ്ട്. ഫുൾ കോട ഇറങ്ങിയിട്ട് വൈബായല്ലോ അല്ലേ? കോയമ്പത്തൂരിന് സ്വരം എത്തിയിരിക്കുകയാണ്. അവനൊരു മൈൻഡും ഇല്ല. എന്തായാലും അവൻ്റെ റിലേറ്റീവ്സ് ആണിത്. അവിടെ നിങ്ങൾ കയറി എടുത്തിട്ടേ നമുക്ക് ഇടുക്കി പോയി കണ്ടിട്ടാലോ, ഇടുക്കിയിലോ വല്ല വാഗമണ്ണും പോയി കണ്ടിട്ടാലോ. എന്താ ഇടുക്കിയോ? നമ്മുടെ നാട്ടിൽ ഇടുക്കിയുണ്ട്. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടേക്ക്. പക്ഷേ ഇതേപോലെ കോട ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു കല്ലുകൊണ്ട് വെച്ചൊരു പഴയ വീട് പോലെയൊരു സംഭവം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാം. എന്തത്? ഓ, ഇതെല്ലാം ഫ്രെയിമാണല്ലോ. പയ്യന്മാരോട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ജോബിന് അങ്ങോട്ട് കയറിപ്പോണ്ട് കേട്ടോ. അല്ല ഗൈസ്, ഇവിടെ ഒരു അസാധ്യ വ്യൂ, കിടിലം വ്യൂയിലേക്കാണ് നടക്കുന്നത്. വാച്ച് ടവറിയും കൂടെ പോകാല്ലേ ഗൈസ്? മീൻവല്ലം വാച്ച് ടവർ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടേക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് പോയി നോക്കാം. ജാതി വൈബായതുകൊണ്ട് അവിടെ പോയാലും കോട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സംഗതി ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ് കാണാൻ. എന്തോ എനിക്ക് വർണ്ണിക്കാനൊന്നും പറ്റില്ലല്ലോ. സംഗതി ഞാൻ വിചാരിച്ചില്ല കേട്ടോ, അത്രയും വൈബാവെന്ന് വിചാരിച്ചില്ല. ഇവിടെ പഴയൊരു ടാങ്കൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് താഴത്തെ ഇവിടെ മരുതങ്കാട് സ്കൂളുണ്ടായിരുന്നു. ഈ മലേൻ്റെ മുകളിൽ തന്നെ ഒരു സ്കൂളുണ്ട്. ഞങ്ങളൊക്കെ അവിടെ പഠിച്ചത്. അപ്പോൾ അവിടേക്ക് പോണ വെള്ളത്തിൻ്റെ ടാങ്കാണിത്. ആ വെള്ള ടാങ്കാണിത്. എന്നോടാരാ പറഞ്ഞു? അത് പറയണോ? നമുക്കറിയാലോ. അതെ, അത് ആ സ്കൂളിലേക്കുള്ള ടാങ്ക് തന്നെയാണിത്. അല്ലാണ്ട് പിന്നെ മലേൻ്റെ മുകളിൽ ഇങ്ങനത്തെ ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് തേക്കാണ്? വെള്ളം ആവശ്യം വേണ്ടേ? ഇത് താഴത്തെ സ്കൂൾക്ക് വേണ്ടിയിട്ടാണ്. സംഗതി ഇപ്പോൾ കോട കുറച്ച് പോയി ഗൈസ്. കോട മുഴുവൻ പോയി ഗൈസ്. ഇപ്പോൾ ക്ലീനായി. ക്ലീൻ പ്ലേസ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോഴേക്കും കോട ഫുൾ പോയി. ഇപ്പോൾ കോട്ടക്കൂര ഈ പാൻ്റ് ഒരു ജാതി. ഇപ്പോൾ കോട്ടെല്ലാം ഊരിയിട്ടിരിക്കുകയാണ്. അടുത്തൊരു പാലമരം ഉണ്ട് പ്ലീസ്. ഈ സ്പോട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടുകളിൽ ഒന്നാണ്. ഇജാതി സ്പോട്ടാണ് മതി. ഇവിടെ നിന്നൊരു എന്തെങ്കിലും പ്ലാൻ ചെയ്യണം, ഷോർട്ട് ഫിലിം പോലെ എന്തെങ്കിലും അല്ലേ? പൊട്ടിയിരിക്കും. ഇത് പറയുമ്പോ എങ്ങനെയാണ് എങ്ങനെ എടുക്കും ഉദ്ദേശിക്കും? പള്ളി പറഞ്ഞല്ലേ, നമ്മുടെ പള്ളി പള്ളി തന്നെയാണ്. വാച്ച് ടവറിൽ പോയി കഴിഞ്ഞാൽ കാണും. വെള്ളച്ചാട്ടം കാണും. കിട്ടിയോ? അല്ല, നീ വാച്ച് ടവർ പോയിട്ടില്ലല്ലോ? ഇല്ലല്ലോ.
പറട്ടോ റെഡി 1 2 3 സ്റ്റാർട്ട്. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പെരുമഴ കയറിയാണ്. എല്ലാരും കോട്ടിട്ട് നിൽക്കുകയാണ്. മഴ വന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല. സമ്മ ഫുൾ ഇരുട്ട് വന്നു. വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഗൈസ് മലയുടെ മുകളിൽ മഴ വീണിട്ടുണ്ടോ? ഇതാണ് സംഭവം. ഇതാണ് സംഭവം. എടാ ഐഫോൺ തന്നെ കുഴപ്പമില്ലല്ലോ. ആപ്പിൾ 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 പറഞ്ഞാൽ നമുക്ക് വിശ്വാസം. ആ വിശ്വാസത്തിനാണിത്. ഗൈസ് വീണ്ടും കോട വരുന്നുണ്ട്. ഗൈസ് കോട കോടയല്ല, മഴ വീണാണ്. അല്ലേ? മഴയാണ്. മഴ ഏതാ കോട ഏതാ? കോട പോയി മല പോയി. മല കാണാനില്ലാത്ത. അയ്യോ മല കാണാനില്ല. അയ്യോ മല കാണാൻ. ഗൈസ് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഗൈസ് വൈബ് ജാതി കാറ്റ്. നടന്നോ നടന്നോ. ആ എടുക്കണ്ട. ഗൈസ് അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. സംഭവം പൊളി വൈബായിരുന്നു. ഞായറാഴ്ചകളൊക്കെ എത്ര പെട്ടെന്ന് പോണ്. സമയം എത്രയായി? ഗൈസ് ഞായറാഴ്ച 3 മണിയായിരിക്കുകയാണ്. എല്ലാവരും വണ്ടി എടുത്ത് അവിടെ പാൻ ചെയ്ത് നിൽക്കാം. അവിടെ ഗൈസ് ഇവിടെ അസാധ്യ വ്യൂ ഉണ്ട്. വന്ന മഴയത്ത് ഇവിടെ നിന്ന് തിരിക്കുകയാണ്. വഴിക്ക് വീഴാൻ അറിയില്ല. ക്യാമറയിലൊക്കെ വെള്ളം ഒഴുക്കുന്നുണ്ട്.